ഇവർ ഒരു പോലീസുകാരിയാണ്, അതിലുമുപരി ഒരു സൈക്കോയാണ്. മധ്യപ്രദേശിലെ രാജഘട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കോൺസ്റ്റബിൾ ആണ് ഈ യുവതി. ജോലിക്ക് പ്രവേശിച്ച് കുറച്ച് വർഷങ്ങളെ ആയിരുന്നുള്ളൂ. അതിനു മുമ്പേ കോളേജ് സമയങ്ങളിൽ തൊട്ട് ഇവൾ ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. ഒരുപാട് വർഷങ്ങൾ നീണ്ട പ്രണയം. അതിലുമുപരി വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഇവർ രണ്ടുപേരും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും പരസ്പരം പിരിയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇവളോടും ബ്രേക്കപ്പ് പറഞ്ഞു പോയ കാമുകനെ നോവിക്കാൻ വേണ്ടി അതേ സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുത്ത ഒരു SIയെ ഈ സ്ത്രീ പ്രണയിക്കുന്നു. ഈ സ്ത്രീയുടെ മുൻകാല ചരിത്രങ്ങളൊന്നും അറിയാതിരുന്ന SI ഇവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. തന്റെ മുമ്പത്തെ കാമുകന് ദേഷ്യം വരാൻ വേണ്ടി പലതരത്തിലും പല സമയങ്ങളിലും ഇവർ അവരുടെ മുമ്പിലൂടെ തന്നെ യാത്ര ചെയ്യുകയും അയാൾക്ക് കാണുന്ന രീതിയിലൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒക്കെയും തന്നെ ചെയ്തിരുന്നു. അങ്ങനെ SIയുമായുള്ള പ്രണയം മാസങ്ങൾ കടന്നുപോയി. ആ സമയത്താണ് ഈ സ്ത്രീയും മുമ്പത്തെ കാമുകനും പരസ്പരം സംസാരിക്കുന്നതും അവർ വീണ്ടും പ്രണയത്തിലാവുന്നതും. പക്ഷെ ആ സമയത്ത് തന്നെ ആത്മാർത്ഥമായി തൻ്റെ സ്റ്റേഷനിലെ തന്നെ SI തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീ ഒരുപക്ഷെ SIയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം വഴങ്ങില്ല. അദ്ദേഹത്തിന് ദേഷ്യം വരികയും ചിലപ്പോൾ ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നു, ആ SIയെ എങ്ങനെയെങ്കിലും കൊല്ലുക. അതിനുവേണ്ടി അവർ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുകയും ഈ SIയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൊലപ്പെടുത്തി സുഖമായി തൻ്റെ ആദ്യത്തെ കാമുകനോടൊപ്പം തന്നെ ജീവിക്കാം എന്ന് വിചാരിച്ച പെൺകുട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് അതേ സ്റ്റേഷനിലെ ആളുകൾക്ക് ഇവരുടെ ഒക്കെയും തന്നെ സ്വഭാവം മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി തന്നെ ആയിരിക്കും ഇത് ചെയ്തത് എന്ന രീതിയിൽ അവർ അന്വേഷിക്കുകയും ഉടനെ തന്നെ ഈ പെൺകുട്ടിയെയും കാമുകനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തു തന്നെ ആയാലും ഒരു പോലീസുകാരന്റെ ഗതി ഇത് തന്നെയാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ഗതി പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രണയിക്കുകയാണെങ്കിൽ പോലും അവരുടെ മുൻകാല ചരിത്രങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രണയിക്കുക. ഇല്ലെങ്കിൽ നമുക്കും ഇതുപോലെ സംഭവിച്ചേക്കാം. എന്തു തന്നെ ആയാലും ഈ സ്ത്രീക്കും കാമുകനും ഇനിയുള്ള കാലം ഉണ്ടത്തിന്ന് ജീവിക്കാം.